ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ പോവാണ്. ബിക്കോസ് ജിത്തുവിന് ഇന്ന് ലീവാണ്, നമ്മൾ പുറത്ത് പോകുന്നുണ്ട്. സോ വി തോട്ട് വിൽ മേക്ക് എ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. ഇഫ് യു നോട്ട് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് വെൽക്കം ടു ടുഡേസ് വീഡിയോ. ആദ്യം നമ്മൾ വണ്ടിയുടെ ബ്രേക്ക് റെഡിയാക്കാൻ പോവാണ് ഗൈസ്. കുറേ ആഴ്ചയായി അയാളോട് പറഞ്ഞിട്ട് വണ്ടിയുടെ ബ്രേക്ക് വേണോ റെഡിയാക്കണമെന്ന്. അപ്പം വണ്ടിയുടെ ബ്രേക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു, ഇപ്പം കിട്ടി. അപ്പോൾ അയാൾ ഇന്ന് നമ്മളോട് വരാൻ പറഞ്ഞിട്ട് 10 o'clock നമുക്ക് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവാം. ഇവിടെ എത്തി. 10 മണിക്ക് അപ്പോയിൻമെൻറ്റ് ആയതുകൊണ്ട് 10 മണിക്ക് നമുക്ക് വരെ കാണാൻ പറ്റുള്ളൂ. അതിന് 20 minutes ഉണ്ട്. അപ്പോൾ വണ്ടിക്കകത്ത് കുറച്ച് വാക്കേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ലേസിന് നമ്മൾ വാക്കേഴ്സ് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ആക്ച്വലി ലേസ്. അപ്പോൾ അതും കഴിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാം. അപ്പോഴത്തേനും ദാറ്റ് ഗൈ വിൽ കം. അവൻ ബാക്കിൽ ഇറങ്ങിപ്പോയി. ഈ ഏരിയ നോക്കാൻ വേണ്ടി പോയത്. അങ്ങനെ വണ്ടി കൊടുത്തു ഗൈസ് അവിടെ. എന്നിട്ട് നമ്മളിവിടെ അടുത്തുള്ള ഒരു പാർക്കിലിരിക്കുകയാണ്. വി ആർ വെയിറ്റിംഗ്. അപ്പോൾ കുറച്ച് സമയം കൂടെ ആവും എന്തായാലും അത് റെഡിയാവാൻ. സോ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുകയാണ് പാർക്കിൽ. നല്ല വെയിലും കൊണ്ട് ഇവിടെ ഇരിക്കുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വീഡിയോസ് എടുത്തില്ല, ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ ഓരോ കഥകൾ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങും. റെഡിയായി, വണ്ടിയൊക്കെ റെഡിയായി കിട്ടി ഗൈസ്. അയ്യോ, ഇന്നത്തെ ഫുൾ എനർജി പോയി. ഇനി നമ്മൾ ക്രോയ്ഡനിൽ പോവാണ്. ടേസ്റ്റ് ഓഫ് കേരളയിൽ പോയിട്ട് കുറച്ച് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വി ആർ ഗോയിങ് ടു ഹാവ് ലഞ്ച്. ഇവിടുന്ന് 47 minutes ഉണ്ട്. ഓൾറെഡി ബാറ്ററി ഫുൾ ലോ ആ. മിക്കവാറും സ്വിച്ച് ഓഫ് ആവാൻ ചാൻസ് ഉണ്ട്. എനിവേസ് അവിടെ എത്തിക്കാം. ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന കടയിലെത്തി കഴിഞ്ഞ വണ്ടി കിടന്നു. മൈ ഗോഡ്, നല്ലപോലെ ഉറങ്ങി. നല്ല സൂപ്പറായിട്ട് ഒരു ഉറക്കം കഴിഞ്ഞതിൻ്റെ. ഇനിയിപ്പം നല്ല വിശക്കും, കുറച്ചും കൂടെ നല്ലപോലെ വിശക്കും, നല്ലപോലെ കഴിക്കും. എല്ലാവരും ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് അതിൽ തൊട്ടടുത്ത് തന്നെ ഇന്ത്യൻ സ്റ്റോറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ഉണ്ട്. അവിടെ പോയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ പറയാം എവിടെയാണ് പോകണമെന്ന്. ഓക്കെ ഗൈസ്, ഫുഡ് കഴിക്കട്ടെ. ഹായ് ഗൈസ്. നമ്മൾ പോയ കട ക്ലോസ് ആയിരുന്നു 3 days റിനോവേഷൻ കാരണം. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളുടെ ഗ്രോസറീസും മേടിച്ചിട്ട് വേറൊരു ഫുഡ് കഴിക്കുന്ന കടയിലോട്ട് വന്നു. ഇതും ഒരു ഫേമസ് ആയ ഒരു റെസ്റ്റോറൻറ്റാണ്, മലയാളി റെസ്റ്റോറൻറ്റാണ്. അവിടെ എല്ലാ ടൈപ്പ് ഫുഡും കിട്ടും. ജിത്തു പറയുന്നുണ്ടായിരുന്നു അവൻ ലണ്ടനിൽ കണ്ടത് വെച്ച് ഏറ്റവും വലിയൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് ഇതെന്നാണ്. ഇറ്റ്സ് വെരി നൈസ്. കഴിച്ചിരുന്നപ്പോൾ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി കഴിച്ചു. ഞാൻ പിന്നെ കാറിൽ വന്ന് ഫോൺ ചാർജ് കുത്തി. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വേറെ ദമ്മായി ഫുൾ എക്സോസ്റ്റഡ് ആയി പോയി. ഇന്ന് എന്താ നിങ്ങൾ ഇന്ന് ചെയ്തതെന്ന് ചോദിച്ചാൽ അറിയില്ല, ബട്ട് കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്. ഇനി നമ്മൾ എവിടെ പോകുന്നു? അമലു ചേച്ചിയുടെ ആൽബിൻ ചേട്ടൻ്റെ വീട്ടിൽ പോകുന്നു. അവർ ട്രിപ്പിന് പോയിക്കാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ ഒരു ഫിഷ് പോണ്ട് ഉണ്ട്, കുറേ ചെടികളുണ്ട്. അപ്പോൾ ആ ഫിഷ് പോണ്ടിൽ പോയി കുറച്ച് തീറ്റയൊക്കെ അവർക്ക് ഇട്ട് കൊടുക്കാം. ഫുഡ് നമ്മൾ മാത്രം കഴിച്ചാൽ മതി, അവർ കഴിക്കട്ടെ. അപ്പം അതുകൊണ്ട് അവർക്ക് കൊഞ്ചോ ഫുഡ് കൊടുത്തിട്ട് അവിടെ ഉള്ള അവിടെ ഉള്ള പ്ലാന്റ്സിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകും. ചേച്ചിയുടെ ചേട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയായിരുന്നു. അവിടെ ഓൾറെഡി മഴ പെയ്തത് കാരണം വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മീനിന് തീറ്റ മാത്രം ഇട്ടിട്ട് വന്നു. ബട്ട് ഐ കുഡന്റ് ഷൂട്ട് ദ വീഡിയോ ബിക്കോസ് ഞാൻ മറന്നു ആസ് യൂഷ്വൽ. പിന്നെ നമ്മൾ പെട്രോൾ ബങ്കിൽ കയറി പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. ഈ ഇടം കൊണ്ട് പെട്രോൾ അടിക്കാൻ പഠിച്ചതുകൊണ്ട് ഞാനാണ് പെട്രോൾ അടിക്കുക. കണ്ടില്ലേ, ഏഷ്യൻ സ്റ്റോറിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു. അത് ഓൾറെഡി ഏഷ്യൻ സ്റ്റോർ ഞാൻ ബ്ലോഗായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഷോപ്പിംഗ് ഒന്നും കാണിക്കാത്ത. വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചു. ഇപ്പോൾ ഇനി ബാക്കി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ക്യാരറ്റൊക്കെ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നല്ലത് കിട്ടും, ലൈക്ക് ബഞ്ചായിട്ട് നല്ലത് കിട്ടും. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒരു കുറച്ച് കാര്യങ്ങളാവും മിക്കവാറും. അത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് വീട്ടിൽ പോകും. സച്ച് എ ടയറിങ് ഡേ എൻ്റെ മോനെ. ഇറ്റ്സ് ലൈക്ക് സോ ടയറിങ്. എന്തെങ്കിലും പോവാം. അവൻ അവിടെ മൂലയിൽ നിന്ന് എന്ത് ചെയ്യാം?
മതി മറന്നങ്ങ് നടക്കാണ് ഗീസ്, മതി മറന്ന് നടക്കാണ് ഞാൻ. ഒന്ന് വിളിച്ചിട്ട് അവൻ കേൾക്കുന്നില്ല. ഓ ആ പാർക്കിങ് പേ ചെയ്യാറ്. ഓക്കെ ഡോ മുത്തി. വരൂ, നമുക്ക് പോയി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ എടുക്കാം. ഓ ഓ കുറച്ച് ആൾക്കാരുണ്ട്, ഈവനിങ് ആയില്ലേ, അതാണ്. ആക്ച്വലി നമ്മളുടെ പർച്ചേസിങ് ഡേ നാളെയാണ്, ബട്ട് നമ്മൾ ഇന്ന് എന്തായാലും ഇറങ്ങിയ സ്ഥിതിക്ക് മേടിച്ചേക്കാന്ന് വിചാരിച്ചു. പ്രഹസനാണ് ഗൈസ്, പ്രഹസനം. നിങ്ങൾക്കത് മഷ്റൂം ഫ്രീ ഇതാ വേണ്ട. അതൊക്കെ നിന്റെ ഇഷ്ടം. നമുക്കിവിടെ വന്ന ഒരു കൊക്കക്കോള അങ്ങ് എടുത്തേക്കാം ഗൈസ്. കുറച്ച് വലിയ കുപ്പി എടുത്തു വീട്ടിൽ വെക്കാൻ. അത് വേറെ മേടിക്കാം, ഇപ്പൊ കുടിക്കാൻ. ഏത് പച്ചമുളക് അതിരിക്കുന്നു, ചില്ലി, ഫിംഗർ ചില്ലി, കൊറിയാണ്ടർ, ഫിംഗർ ചില്ലി. അത് മതി. മിന്റ് വേണോ? പേഴ്സണലി നിന്റെ ഇഷ്ടം എടുത്തു. Take only one, yeah? ഷോർട്സ് ഇല്ല, അല്ലല്ല വാ. സോസ് വേറെ മേടിക്കണോ? ഓഫ് ചെയ്യട്ടെ. അത് കുഴപ്പമില്ല ഗൈസ്, ഇത് ക്രീമി യോഗേർട്ടാണ്. എന്ത് ടേസ്റ്റാണ്, തൈരിൻ്റെ ടേസ്റ്റ്, തൈരാണിത്, പക്ഷേ ക്രീമായിട്ട് സൂപ്പറായിട്ട്. ചിലവർക്ക് ബ്രെഡിന് വില ഡ്രസ്സിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. ഡ്രസ് ഇട്ടിട്ട് തൊട്ടില്ല ഹണ്ട് ഗൈസ്, തൊട്ടില്ല ഹണ്ട്. ഗോ സ്ട്രൈറ്റ്, ഗോ സ്ട്രൈറ്റ്. Here you go. ഇവിടെ ചോച്ചുള്ള റാപ്സ്. നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, ഇച്ചിരി സാധനങ്ങൾ കൈ പിടിക്കാനുള്ള സാധനങ്ങളുണ്ട്. സോ ലെറ്റ്സ് ഗോ ഹോം. വീട്ടിൽ പോയിട്ട് ഫസ്റ്റ് ടേക്ക് എ ഷവർ. ആദ്യം കുളിക്കണം, അത് കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഒരു സിനിമ കാണണം, കിടക്കണം. സക്സസ്ഫുള്ളി വീട്ടിലെത്തിയിരിക്കുന്നു. പാത്രങ്ങൾ ഇത്രയുണ്ട്, തുടച്ച് വെക്കാൻ, കഴുകാനല്ല തുടച്ച് വെക്കാനുള്ള പാത്രം. And then I need to sort things out. ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ, എന്നിട്ട് we will start. നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് നീറ്റായിട്ട് സ്റ്റോർ ചെയ്യാം. കാരണം അങ്ങനെ ബോക്സിലാക്കി സ്റ്റോർ ചെയ്താൽ ഇതൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ. ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യാൻ ഇച്ചിരി ലേറ്റ് ആവുകയാണെങ്കിൽ ഫ്രീസായിട്ട് ആകെ നശിച്ചു പോകും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ലപോലെ വൃത്തിക്ക് ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അങ്ങനെ കോവയ്ക്കും നമ്മൾ കട്ട് ചെയ്തു.
പൊടിയാക്കിയത് കുറേ ജാറ് വരുന്ന മറ്റേ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കാൻ പറ്റുന്ന ഓണിയനൊക്കെ ചോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇന്നാണ് നമ്മളത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നത്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് നോക്കാം, ഗ്രേറ്റ് അല്ല പീസാക്കി നോക്കാമെന്നാണ് പ്ലാൻ. സോ വി വിൽ ജസ്റ്റ് ട്രൈ ദാറ്റ്. ഓക്കെ, ക്രേസി കൊള്ളാം, നല്ല കുനുകുനാന്നരിഞ്ഞിട്ടുണ്ട്, എല്ലാം ഒരുമിച്ച് അങ്ങിട്ടുണ്ടായിരുന്നു. അത് ഈ അടിയിലുള്ള ബ്ലേഡ് ആയതുകൊണ്ടാണ് കുനുകുനാന്നിരിക്കുന്നത്. നല്ല രസമുണ്ട്. പതുക്കെ പതുക്കെ ക്ലീനായിട്ട് ചോപ്പായി വന്നിട്ടുണ്ട് ഗൈസ്. ഇത് സൂപ്പർ ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാബേജും ഇതിനകത്ത് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തു. നോക്കൂ 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 ഗൈസ്, കൊള്ളാല്ലേ. ഇനി എനിക്ക് ഒരു പണിയില്ല. മീൽ പ്രപ്പ് ഈ ആഴ്ചത്തിനുള്ളതെല്ലാം കഴിഞ്ഞു. ഈസിയാണ് എനിക്ക് വരുന്ന ആഴ്ച ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം മീൽ പ്രപ്പ് കഴിഞ്ഞു. ഇനി കുക്കുംബേഴ്സ് മാത്രം കട്ട് ചെയ്ത് വെച്ചാൽ മതി, ബാക്കിയെല്ലാം സെറ്റ്. സോ ഇങ്ങനെ ചെയ്ത് വെക്കുന്നതാണ് ആക്ച്വലി നല്ലത്. കാരണം പെട്ടെന്ന് നമുക്ക്, ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നില്ല, ഐ ക്യാൻ കട്ട്, ബട്ട് ആ ലോങ് സ്റ്റാൻഡിങ് നിന്ന് കട്ട് ചെയ്യുന്ന ആ ഒരു സാധനം നമുക്ക് ഒഴിവാക്കാം. ഒരു ദിവസം നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എവറി ഡേ ലോങ് വർക്ക് ഇല്ലല്ലോ. അപ്പോൾ നമുക്കതെല്ലാം നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ മസാലയൊക്കെ പുരട്ടി ചിക്കനൊക്കെ സെറ്റാക്കി ഇനിയിപ്പോൾ ഡെയിലി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ വി കൻ ജസ്റ്റ് ഫ്രൈ ആൻഡ് ഈറ്റ്. സോ നൈസ് ദോ. എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഇങ്ങനെ മീൽ പ്രെപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. എന്താണ് നിനക്ക് എൻ്റെ മീൽ പ്രെപ്പിനെ കുറിച്ച് പറയാനുള്ളത് ജിത്തുറ്റ? എന്താണ് എൻ്റെ മീൽ പ്രെപ്പിനെ കുറിച്ച് പറയാനുള്ളത് നിനക്ക്? സമയലാഭം, ഗുണം മിച്ചം. അതിനിടയ്ക്ക് എൻ്റെ കൈ മുറിഞ്ഞു. എത്ര രസമുണ്ട് ഇങ്ങനെ എല്ലാം സെറ്റാക്കി വെക്കുമ്പോൾ കളർഫുൾ ആയിട്ടില്ലേ? Wow, that's happiness guys. Anyways, done for the week. എനർജി ഡ്രിങ്ക് കുടിക്കാൻ വിചാരിച്ചു ഗൈസ്. സ്ട്രോബെറി പാല്, മുസല്ലി, ന്യൂട്ടല്ല ഇതൊക്കെ ഇട്ടിട്ട് നമ്മളിപ്പോൾ ഒരു കലക്കും. ഈശ്വരാ, എനിക്കിതൊന്നും ഇഷ്ടമല്ല. കുടിച്ചു നോക്കാം ഗൈസ്. The chef is മിക്സി ജാരത്തിന്റെ ജ്യൂസ് കുടിക്കുന്ന ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? ഗൈസ് ഇതാണ് സാധനം. ഇതാണ് സാധനം. നല്ല രസമുണ്ട് കാണാനൊക്കെ, പക്ഷെ ഞാൻ ഇതുവരെ കുടിച്ചിട്ട് എനിക്ക് ഇഷ്ടമല്ല. കുടിച്ച് നോക്കാം. ഓക്കെ, നല്ലതാണ് ഗൈസ്, ബിക്കോസ് ന്യൂട്രല്ല ഉണ്ട് ഇതിൽ. ന്യൂട്രല്ല ഉണ്ട്, ഇതിന് കൊള്ളാം, സൂപ്പർ. മുസല്ലിയുടെ നല്ല ടേസ്റ്റ് ഉണ്ട്. മമ്മി നീ കാണുന്നില്ലേ ഞാൻ ജ്യൂസ് കുടിക്കുന്നത്? കഴിഞ്ഞു, പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഫ്രഷ് ആവണം. കുറച്ച് സമയം ടി വി ടൈം, കുറച്ച് സമയം ടി വി കാണണം, എന്നിട്ട് കിടക്കണം. നാളെ അവന് വർക്കിംഗ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് സാറ്റർഡേ സൺഡേ പിന്നെ ലീവാണ്. നാളെ കുറച്ച് ജോലിയുണ്ട്. സോ ഞാൻ പോയി ഫ്രഷായിട്ട് വരാം. അങ്ങനെ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിരിക്കുന്നു. ഇനിയിപ്പം നമുക്ക് വിശന്നാൽ എന്തെങ്കിലും കഴിക്കും, ഇല്ലെങ്കിൽ നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി ടി വി കണ്ടിട്ട് കിടക്കും. So that's all for the day. It was a long day today, and if you have liked it, do like and share and subscribe to my channel and support me. So I'll be giving you more vlogs like this. Until I see you in the next vlog, it's bye bye.